ശ്രീ കെ യു ജനീഷ് കുമാർ എം.എൽ.എ, ഇതവിടെ ഒരു അപകടം നടന്നു. അപകടത്തിൽ 4 പേരുടെ മരണം സംഭവിച്ചു എന്നാണ് നമ്മൾ അറിയുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഈ സംസ്ഥാന പാതയിൽ ഈ പറയുന്ന പ്രദേശം, മുറിഞ്ഞകൽ എന്ന് പറയുന്ന പ്രദേശം, അവിടെ നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയാണെന്ന് പറയുന്നു. ഈ സീസൺ ശബരിമല തീർത്ഥാടനം ആരംഭിച്ച ശേഷം ചെറുതും വലുതുമായ കുറേ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വേഗം നിയന്ത്രിക്കാനൊക്കെയുള്ള മാർഗങ്ങൾ അവിടെ ഉണ്ടാകേണ്ട സ്ഥിതി ഉണ്ട് ഒക്കെ നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ അപകടത്തെക്കുറിച്ച് എന്താണ് താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ അപകടത്തിൽ പെട്ടപ്പോൾ മരിച്ച ആളുടെയൊക്കെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്, പൂർണ്ണ വിവരങ്ങൾ? നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഞെട്ടലുണ്ടാക്കുന്നതും വേദന ഉണ്ടാക്കുന്നതുമായ സംഭവമാണ്. കോന്നി സ്വദേശികൾ തന്നെയാണ് മരണപ്പെട്ടിട്ടുള്ളവരും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ വിവാഹത്തെ ചടങ്ങിലും ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, അവര് പുറത്ത് യാത്ര പോയതിനു ശേഷം എയർപോർട്ടിലെത്തി പയ്യന്റെയും പെൺകുട്ടിയുടെയും അച്ഛന്മാർ പോയി ഇവരെ റിസീവ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. അപ്പോ പോലീസിന്റെ ഭാഗത്തു നിന്നും ദൃക്സാക്ഷികളും എല്ലാം സൂചിപ്പിച്ചിട്ടുള്ളത്, ഒന്നുകിൽ ഉറങ്ങിപ്പോവാനാണ് സാധ്യത. പോലീസ് അതിനാണ് കൂടുതൽ സാധ്യത പറയുന്നത്. അപ്പോൾ തീർച്ചയായും അതുകൊണ്ട് തന്നെ അമിത വേഗതയിലുമായിരുന്നു ആയിട്ടുണ്ടാവണം. അതാവണം. ആ സ്പോട്ടിൽ വെച്ച് തന്നെ 3 പേരും മരണപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം എത്തി ആ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് പെൺകുട്ടിയും മരണപ്പെട്ടിട്ടുള്ളത്. റോഡ് നല്ല നിലയിൽ ഉയർന്നതിന് ശേഷം മെച്ചപ്പെട്ട നിലയിലേക്ക് മാറിയതിനു ശേഷം ധാരാളം വാഹനങ്ങൾ പറഞ്ഞത്. അതെ 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 മല്ലശ്ശേരി മുക്ക് സ്വദേശികളാണ്, കോന്നി മല്ലശ്ശേരി മുക്ക്. അപ്പോ അമിത വാഹനങ്ങൾ ധാരാളമായി എത്തുന്നുണ്ട്. ശബരിമല സീസൺ കൂടി ആയതുകൊണ്ട് ധാരാളമായ വാഹനങ്ങൾ എത്തുന്നുണ്ട്, ഈ പാത ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ആ സ്ഥലത്തേക്ക് പൊക്കോണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവിടെ ചെന്നതിന് ശേഷമേ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി പറയാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അല്പം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് അറിയുന്നത്, അല്ലേ? അപ്പോൾ അതിനുശേഷം പോയ യാത്രയ്ക്കൊടുവിൽ ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങാനാവാതെ പോകുന്നു എന്നൊരു വളരെ സങ്കടകരമായ കാര്യമുണ്ട്. ഈ നവവധു എന്ന് പറയാം, 2 പേരും യാത്ര പോയ ശേഷം തിരികെ വരുമ്പോൾ അവരെ റിസീവ് ചെയ്യാൻ അച്ഛന്മാർ പോകുന്നു. അങ്ങനെ തിരികെ വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെ തന്നെയല്ലേ? യെസ്. കെ യു ജനീഷ് കുമാർ എം.എൽ.എ ആണ്, കോന്നി എം.എൽ.എ ആണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്.